20 തവണയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് പാക് ഭീകരൻ ആദിൽ രക്ഷപ്പെട്ടത്. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിലെ മലയിടുക്കുകളിൽ ഒളിത്താവളങ്ങൾ മാറി മാറി സൈന്യത്തിന് ഒരു തലവേദനയായി ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ വിലസി. കിഷ്ത്വാറിലെ മനോഹരമായ എന്നാൽ ദുർഘടമായ മലനിരകളിൽ ഈ രക്ഷപ്പെടൽ വിദഗ്ധൻ ഒരു നീണ്ട 18 മാസത്തെ ഒളിച്ചോട്ടത്തിന് ശേഷം ഒടുവിൽ വലയിലായി. ലഷ്കർ കമാൻഡർ സെയ്ഫുള്ളയുടെ വലം കൈയും കൊടും ഭീകരനുമായ പാക് പൗരനായ ആദിലിനെ ഓപ്പറേഷൻ ട്രാഷ് 1 എന്ന പേരിലൊരുക്കിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സുരക്ഷാ സേന പിടികൂടി വകവരുത്തിയത്. കിഷ്ത്വാറിലെ ചദ്രോ മേഖലയിൽ വെച്ച് നടന്ന കടുത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ പാക് ചാരൻ വീണത്. ദുർഘടമായ മലനിരകളിലും സ്വാഭാവിക ഗുഹകളിലും ഒളിച്ചിരുന്ന ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്ന ആദിൽ സൈന്യത്തിന്റെ വലയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ഏകദേശം 20ഓളം തവണയാണ്. അതേസമയം ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞ അവസ്ഥയായിരുന്നു. കരസേനയുടെ കരുത്തുറ്റ വൈറ്റ് നൈറ്റ് കോപ്സും ജമ്മുകാശ്മീർ പോലീസിന്റെ സൂക്ഷ്മമായ നീക്കങ്ങളും CRPFന്റെ പിന്തുണയും ഒത്തുചേർന്നപ്പോൾ ആദിലിന്റെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു. ഒരാഴ്ച നീണ്ട അരിച്ചുപെറുക്കലിനൊടുവിൽ ബുധനാഴ്ച വൈകുന്നേരത്തോടെ ചദ്രുവിലെ ആ മലയിടുക്കുകളിൽ വെച്ച് സൈന്യം അയാളെ വളഞ്ഞു. കടുത്ത ഏറ്റുമുട്ടലിനൊടുവിൽ ആദിൽ എന്ന കൊടും ഭീകരന്റെ അന്ത്യം കുറിച്ചു. അതേസമയം ആദിലിന്റെ കൂട്ടാളിയും ലഷ്കറിന്റെ പ്രധാനിയുമായ കൊടും ഭീകരൻ സെയ്ഫുള്ള ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. 2 വർഷം മുൻപ് അതിർത്തി കടന്നെത്തിയ സെയ്ഫുള്ള ദോഡയിലും കിഷ്ത്വാറിലും ഭീകരതയുടെ വിത്തുകൾ പാകാൻ ശ്രമിക്കുകയായിരുന്നു. യുവാക്കളെ വഴിതെറ്റിച്ച് ആയുധമെടുപ്പിക്കാനും ഭീകര ശൃംഖലകൾക്ക് ജീവൻ നൽകാനുമായിരുന്നു ഇയാൾ പ്രധാനമായും ശ്രമിച്ചത്. ആദിൽ കൊല്ലപ്പെട്ടതോടെ സെയ്ഫുള്ളയ്ക്കായുള്ള തെരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. ചദ്രോ മേഖലയുടെ വടക്കു ഭാഗത്തേക്കാണ് അയാൾ രക്ഷപ്പെട്ടതെന്നാണ് സൈന്യത്തിന് ലഭിച്ച സൂചന. ഇപ്പോൾ വനമേഖല അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുകയാണ് നമ്മുടെ ധീര ജവാന്മാർ. ഡ്രോണുകൾ ആകാശത്ത് നിരീക്ഷണം നടത്തുന്നു. സൂക്ഷ്മഗ്രാഹികളായ സ്നിഫർ ഡോഗുകൾ ഓരോ മണവും പിന്തുടരുന്നു. സെയ്ഫുള്ളയെ കണ്ടെത്താൻ രാവും പകലുമില്ലാത്ത തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതൊരു സാധാരണ വാർത്തയല്ല. എന്തായാലും ഭീകരതയുടെ ഓരോ ഘട്ടവും വേരെറുക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്ന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഭീകരൻ ഇമ്രാൻ ദയാലിനെ കഴിഞ്ഞ ദിവസമാണ് ഒരു അജ്ഞാതൻ വെടിവെച്ചു കൊന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് ഇമ്രാൻ ദയാൽ. പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൺഖ പ്രവിശ്യയിൽ ഉൾപ്പെട്ട ദേശ ഇസ്ലാമിൽ ഖാൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇമ്രാൻ ദയാലിന് വെടിയേറ്റത്.